ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, തള്ളിമറിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു ലിമിറ്റ് വേണം. കേൾക്കുന്നതും ഒരു നോർമൽ സെൻസുള്ള മനുഷ്യന്മാരാണ് എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇത്രയും സിനിമാ മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മോഹൻലാൽ എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ തിരക്കഥ വായിച്ചിട്ടില്ല. അതിന്റെ തിരക്കഥ എന്താണ് എന്ന് മനസ്സിലാക്കാതെയാണ് ഒരു സിനിമയ്ക്കകത്ത് അഭിനയിച്ചത് എന്നും മുരളി ഗോപി പോലും അറിയാതെ അതിന്റെ സ്ക്രിപ്റ്റ് തിരുത്തിയെന്നോ മറ്റോ ഒക്കെ പറയുമ്പോൾ എന്തോ നമുക്ക് യോജിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർക്ക് ഒരു രൂപത്തിലും അംഗീകരിക്കാനോ യോജിക്കാനോ സാധിക്കാത്ത രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നതെല്ലാം. നമുക്കതിനോട് യോജിപ്പില്ല. എന്തായിരുന്നാലും സുഡാപ്പികൾ എടുത്ത ചിത്രമാണ് എന്ന് ഉറപ്പാണ്. അതിന് പ്രത്യേകമായിട്ടുള്ള ഇന്റൻഷൻ ഉണ്ടായിരുന്നു എന്നതും നേരാണ്. അതൊക്കെ നമുക്കൊന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഒന്ന് കേൾക്കുക. നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ. സുഡാപ്പികൾ എടുക്കുന്ന സിനിമ എപ്പോഴും രാജ്യസ്നേഹം അതിനകത്തുണ്ട് എന്ന് സംശയിക്കുന്ന നമുക്കാണ് തകരാറ്. പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ എമ്പുരാനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ പ്രധാനമായും ഗുജറാത്ത് കലാപം ആ സിനിമയുടെ കഥയിൽ കൂട്ടിച്ചേർത്തതുമായി ബന്ധപ്പെട്ടാണ്. പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നത് ചിലരുടെ എണ്ണപ്പെട്ട അജണ്ടകളിലൊന്നാണ്. കോഴിക്കോട് സംസ്ഥാന കലോത്സവം അരങ്ങേറി. ആ സമയത്ത് തുടക്കത്തിൽ തന്നെ ഒരു ധീര ജവാന്റെ വിക്രം മൈതാൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലുള്ള മൈതാനത്തിലാണ് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ ഈ പ്രോഗ്രാം നടക്കുന്നത്. ആ സമയത്ത് തുടക്കത്തിൽ എന്തോ കാണിച്ചു, അയ്യോ അത് ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ്, ഞങ്ങളെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ്, ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഇറങ്ങി തിരിച്ചു. ഇവരങ്ങ് തീരുമാനിക്കുവാൻ ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് എന്ന്. മനസ്സിലായില്ലേ? പക്ഷേ വ്യക്തമായിട്ട് രാജ്യവിരുദ്ധതകൾ ഡിസ്പ്ലേ ചെയ്താൽ പോലും ഇവറ്റകൾ അനങ്ങില്ല. മുമ്പ് ഇസ്രായേൽ സ്ത്രീ വളരെ ക്രൂരമായ രൂപത്തിൽ സാമ്പത്തിക തട്ടിപ്പിനും ലൈംഗിക ചൂഷണത്തിനും വിധേയയായി. എവിടെ? കർണാടകത്തില്. അതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഈ കാപാലിക കൂട്ടം പെണ്ണുങ്ങളെ കണ്ടാൽ ഉടനെ കയറി പിടിക്കണം എന്ന് തോന്നുന്ന ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ വേണം. ഉടനെ എനിക്കെതിരെ ഒരു കേസ്. എന്താണ്? ഞങ്ങളെ പറഞ്ഞു. അപ്പൊ ഇവരങ്ങ് തീരുമാനിച്ചു, ഞങ്ങളാണ് പെണ്ണുങ്ങളെ കണ്ടാൽ ഉടനെ കയറി പിടിക്കാൻ മുട്ടുന്ന ടീം. പക്ഷേ വ്യക്തമായിട്ട് രാജ്യവിരുദ്ധതകൾ അരങ്ങേറിയ BBC പുറത്തു കൊണ്ടുവന്ന 2002 ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടിട്ടൊരു ഡോക്യുമെന്ററി നരേന്ദ്രമോദിയെ ബേസ് ചെയ്തിട്ട് ഇന്ത്യ മഹാരാജ്യത്തെ അപമാനിക്കുന്നതിന് വേണ്ടി അരങ്ങേറിയപ്പോൾ ഇവർക്ക് മൗനം. അതുതന്നെയാണ് എമ്പുരാൻ എന്ന സിനിമയിലും നമ്മൾ കാണുന്നത്. വ്യക്തമായിട്ട് പ്രകടമായിട്ടും രാജ്യവിരുദ്ധതകൾ ഉണ്ടായിട്ട് പോലും ആ സിനിമയ്ക്കകത്തില്ലാത്ത ഭാഗം പോലും കൂട്ടിച്ചേർത്ത് അതിന്റെ ട്രയലും പ്രൊമോഷനും നടത്തിയിട്ട് പോലും ഇവർക്കാർക്കും ഒരു പ്രശ്നവുമില്ല. കാരണം നിന്റെ തന്തയുടെ വകയാണോ ഇന്ത്യ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എവിടെയാണോ അവസാനിച്ചത് അവിടെ നിന്നും നേരെ ഗുജറാത്ത് കലാപത്തിലേക്ക് ഈ സിനിമയെ വലിച്ചു കൊണ്ടുപോയത് ആര് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതായത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നമ്മൾ സുപ്രീം കോടതി പോലും വ്യക്തമായിട്ട് പല തവണകളിൽ വിധി പറഞ്ഞ ആ ഗുജറാത്ത് കലാപത്തെ പലപ്പോഴും ഇവർ പൊക്കിക്കൊണ്ടുവരും. എപ്പോഴൊക്കെ പൊക്കിക്കൊണ്ടുവരുന്നോ അപ്പോഴൊക്കെ നരേന്ദ്രമോദിക്കും BJPക്കും അസറ്റായ ചരിത്രമേ ഉള്ളൂ. എന്നാ പഠിക്കുവോ? ല്ലാതെ മറ്റൊരു കാര്യവും എമ്പുരാന് പറയാനുണ്ടായിരുന്നില്ല. ഇങ്ങനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ കേട്ട് പഴകിച്ച ഒരു കാര്യം എന്തിനു വേണ്ടിയാണ് 250 കോടിയിലേറെ രൂപ മുതൽ മുടക്കിയെടുത്ത സിനിമയിൽ പ്രമേയമാക്കി എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതുകൊണ്ടാണ് ആ സിനിമയെ പ്രൊപ്പഗാൻഡ ഫിലിം എന്ന് പലരും വിളിക്കുന്നത്. എന്തായാലും ഈ പ്രൊപ്പഗാൻഡയുമായി ബന്ധപ്പെട്ടാണ് എമ്പുരാനെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളിലേറെയും. എമ്പുരാൻ ഒരു പാൻ ഇന്ത്യ മൂവിയാക്കി കൊണ്ടുവന്നതാണ് അത്രേ. അങ്ങനെയാണ് അവതരിപ്പിക്കപ്പെട്ടത്. പക്ഷേ പാൻ ഇന്ത്യ മൂവിയാക്കാൻ പറ്റിയ പ്രമേയമാണോ ഇതിൽ ചർച്ച ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ എമ്പുരാൻ ടീം വലിയ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് മൊത്തത്തിൽ 250 കോടി രൂപയിലേറെ മുതൽ മുടക്കി എടുത്ത ചിത്രം ലാഭത്തിലാക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് എമ്പുരാന്റെ മാർക്കറ്റിംഗ് ടീം പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇങ്ങനെ വിവാദം വന്ന ഉടനെ തുടക്കം തന്നെ എന്താണ് ചെയ്തത്? വലിയ രൂപത്തിൽ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന ആളുകളെല്ലാം ടിക്കറ്റ് റദ്ദാക്കുന്ന ഒരു ക്യാമ്പയിനാണ് നേതൃത്വം നൽകിയത്. നിരവധി സമൂഹ മാധ്യമ പോസ്റ്റുകളുണ്ട്. ആ പോസ്റ്റുകളിൽ ഒന്നാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എമ്പുരാൻ അമേരിക്കയിൽ തിയേറ്ററുകൾ ഒറ്റ ദിവസം കൊണ്ട് കാലി. ഇന്നലെ കുടുംബസമേതം എമ്പുരാൻ കാണാം എന്ന് വിചാരിച്ചു ഓൺലൈനിൽ ടിക്കറ്റ് നോക്കിയപ്പോൾ ഈ ആഴ്ച മുഴുവൻ നല്ല സീറ്റുകൾ എല്ലാം ബുക്ക്ഡ്. പക്ഷേ ഇന്ന് കയറി നോക്കിയപ്പോൾ എല്ലാ സീറ്റും കാലി. മൊത്തം 327 സീറ്റും ഫ്രീ. ഒറ്റ രാത്രി കൊണ്ട് എല്ലാവരും അവരുടെ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഞങ്ങളും പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അമേരിക്കൻ മലയാളിയാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതായത് അദ്ദേഹം തിയേറ്ററുകൾ ബുക്ക് ചെയ്യാനായി, അതായത് എമ്പുരാൻ സിനിമ കുടുംബസമേതം കാണാനായി ഇന്നലെ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇന്നലെ ഈ പറഞ്ഞ നിങ്ങൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ സ്ക്രീൻ വലിയ തിരക്കായിരുന്നു, അല്ലെങ്കിൽ ഫുൾ ആയിരുന്നു, ടിക്കറ്റ് ലഭ്യമല്ല, ഒരാഴ്ച വരെയും ബുക്കായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം കയറി നോക്കിയപ്പോൾ, അതായത് ജനങ്ങൾക്ക് ബോധം വെച്ചു എന്നർത്ഥം. എന്ത് സ്വീകരിക്കണം, എന്ത് നിരാകരിക്കണം.
ഏതാണ് രാജ്യ താല്പര്യത്തോടൊപ്പം നിൽക്കുന്നത്? ഇന്നലെ മോഹൻലാലിന്റെ കേണൽ പദവിയെ കുറിച്ചിട്ടായിരുന്നു നമ്മുടെ നുസ്രത് ജഹാൻ സംസാരിച്ചത്. രാജ്യ താല്പര്യത്തോടൊപ്പം നിൽക്കാൻ ഒരു മഹാനടന് സാധിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ആ പദവി എന്ന ചോദ്യം ഇന്ന് മലയാളിക്കര മുഴുവനും ചോദിക്കുന്ന രൂപത്തിലേക്ക് മാറി. തിയേറ്റർ കാലി ക്യാമ്പയിൻ ശക്തമായി തന്നെ വിദേശത്ത് സിനിമയ്ക്കെതിരെ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് എന്തോ വലിയ കാര്യം വരുന്നു എന്ന രീതിയിൽ പറഞ്ഞ് വലിയ ഹൈപ്പ് ഉണ്ടാക്കിയതിനു ശേഷം ആ കാര്യം ജനങ്ങളിലേക്ക് തള്ളിവിടാൻ അല്ലെങ്കിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച ഒരു പ്രൊപ്പഗാൻഡ ടീമിനെ ഇവിടെ വിദേശ മലയാളികൾ ഒന്നടങ്കം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇത്. മാത്രമല്ല, ഈ എമ്പുരാൻ ടീമിനെതിരെ അല്ലെങ്കിൽ എമ്പുരാൻ എന്ന സിനിമയ്ക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവർ സെൻസർ ബോർഡിനെയും വിമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സിനിമ സെൻസർ ബോർഡ് അനുമതി കൊടുത്തത്? രാജ്യം ഭരിക്കുന്നത് BJP ആണ്, രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ്. ആ നരേന്ദ്രമോദിയും അമിത്ഷായും അധികാരത്തിൽ വന്നത് ഗുജറാത്തിൽ കലാപം നടത്തിയിട്ടാണ് എന്ന ഒരു സന്ദേശം നൽകുന്ന സിനിമ എങ്ങനെയാണ് ഇടയായത്? ഈ സെൻസർ ബോർഡിലൊക്കെ നമ്മുടെ ആളുകൾ ഉള്ളപ്പോൾ എന്ന ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത്. അതായത് BJP അനുഭാവികളായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദേശീയ പ്രത്യയശാസ്ത്രങ്ങളോട് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങളോട് വലിയ അനുഭാവം പുലർത്തുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രേക്ഷകരാണ് ഇത്തരത്തിലുള്ള അഭിപ്രായം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത്. പക്ഷേ സെൻസർ ബോർഡ് ഒരു നിയതമായ നിയമാവലിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഭരിക്കുന്ന കക്ഷിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് സെൻസർ ബോർഡിന് ഈ സിനിമ വിലക്കാൻ കഴിയില്ല. കാരണം ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ആരെങ്കിലും ഒരാൾ ഇസ്ലാം മതത്തെ കുറിച്ച് പറഞ്ഞ ഉടനെ മതം തകർന്നു പോകുമോ? മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെട്ടു പോകുമോ? ആരെങ്കിലും ഒരാളതല്ലെങ്കിൽ ഒരു സിനിമ നരേന്ദ്രമോദിയെ കുറിച്ച്, നരേന്ദ്രമോദി എന്താ വിമർശനങ്ങൾക്ക് അതീതനാണോ? അദ്ദേഹം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹത്തെ വിമർശിക്കരുതെന്ന്? അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ച ആളുകളെ പോലും അയാൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ ആൾക്കാരാണ് യോഗിയും മോദിയും അമിത്ഷായും ഒക്കെ. വിലക്കാൻ കഴിയുമായിരിക്കാം, പക്ഷേ സ്വാഭാവികമായും ഒരു നല്ല തീരുമാനമാണ് എങ്കിൽ അതിന് അങ്ങനെ കഴിയില്ല. അങ്ങനെ അമിത്ഷായ്ക്കും അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കുമെതിരെ എന്തെല്ലാം കാര്യങ്ങളാണ് ആളുകൾ പറയുന്നത്. അതൊന്നും ഓടി നടന്ന് നിരോധിക്കാനൊന്നും BJPയോ മറ്റനുബന്ധ പ്രസ്ഥാനങ്ങളോ ഒന്നും ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സെൻസർ ബോർഡിന് മോദിക്കെതിരെ പറയുന്നു അല്ലെങ്കിൽ അമിത്ഷായ്ക്കെതിരെ പറയുന്നു, ഗുജറാത്ത് കലാപം ചർച്ചയാക്കുന്നു എന്ന വിഷയം കാരണം അല്ലെങ്കിൽ എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സിനിമ തടയാൻ കഴിയില്ല. അങ്ങനെ തടഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും രാഷ്ട്രീയ പ്രേരിതമായ ഒരു തീരുമാനമായി പോയേനെ. അതിനെതിരെ വലിയ ഇരവാദം മുഴക്കിക്കൊണ്ട് സമൂഹത്തിൽ പ്രചരണം നടത്താൻ ഈ ടീമുകൾക്ക് കഴിയുമായിരുന്നു. ഇപ്പൊ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമെന്ന് പറയുന്നത് പോലെ സെൻസർ ബോർഡ് അംഗീകാരം നൽകിയാലും കുഴപ്പം, നൽകിയില്ലെങ്കിലും കുഴപ്പം. നൽകിയിട്ടില്ലെങ്കിലോ കണ്ടോ, കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നു എന്ന കാരണത്താൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പൂട്ടുവീഴുന്നു. ഭരണഘടനയുടെ 4ാം തൂണ് തീർന്നു. ഇതൊക്കെ ആയിരിക്കും ഇവർ പറയുക. കോടതികളെ പോലും കബളിപ്പിച്ചുകൊണ്ട് പിന്നീട് ഇവർ ഒരു പ്രദർശന അനുമതി നേടിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അത് കേന്ദ്ര സർക്കാരിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അത് കേന്ദ്ര സർക്കാരിനെ ബാധിക്കുന്നില്ല. കാരണം ഗുജറാത്ത് കലാപമെല്ലാം പറഞ്ഞ് പഴകിയ തുരുമ്പെടുത്ത ആശയങ്ങളാണ്. അതൊന്നും ജനങ്ങൾ ഇനി മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. ജനങ്ങൾ അതൊക്കെ തള്ളിക്കളഞ്ഞ കാര്യങ്ങളാണ്. ഇനിയും ശൂലവും ഭ്രൂണവും കൊണ്ട് നടന്നാൽ ആ നടപ്പ് മാത്രം നടക്കില്ല. ഇവരുടെയൊക്കെ കുറച്ച് പണം പോയി കിട്ടുമെന്നല്ലാതെ കേന്ദ്ര സർക്കാരിനോ BJPക്കോ മറ്റ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കോ ഒന്നും ഒരു ചുക്കും. ഏത് സാഹചര്യം വന്നാലും ശൂലം, ഗർഭിണി, കുഞ്ഞ്, തീയ്, ഗുജറാത്ത് കലാപം, സ്ത്രീകള്, മുസ്ലിം വിരുദ്ധതകൾ, മുസ്ലിം വേട്ട, ഇനിയും ആ പഴയ പരിപ്പൊന്നും പുതിയ ചട്ടിയിൽ വേവുമെന്ന് തോന്നുന്നില്ല. കാരണം ആളുകൾക്ക് നല്ല രൂപത്തിൽ ബോധം വെച്ചു, ബോധോദയം വെച്ചു, അവർ ചിന്തിച്ചു തുടങ്ങി, പ്രവർത്തിച്ചു തുടങ്ങി. നന്ദി.